സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടായിട്ട് ഇപ്പോൾ ഏതാണ്ട് 100 വർഷമൊക്കെ ആയിക്കഴിഞ്ഞു. നമ്മളിപ്പോഴും പരിഹരിക്കാതെ നിർത്തുന്ന ഒരു വിഷയമാണ് ഈ വർഗജാതി ബന്ധമെന്നുള്ളത്. നമ്മൾ ഇന്നും ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ പോയത്? ഈ ഒരു വിഷയമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു വർഗം, ജാതി, ബ്രാഹ്മണ്യം ഇവ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള അംബേദ്കറൈറ്റ് വ്യാഖ്യാനവും ഒപ്പം ഒരു മാർക്സിസ്റ്റ് ആഖ്യാനവും എന്നുള്ള നിലയിലാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ച പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ഡോക്ടർ KS മാധവൻ ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അംബേദ്കറൈസ്റ്റ് ഭാഷ്യം നമ്മൾ കേട്ടത് സജി K ചെയർമാനിൽ നിന്നാണ്. അദ്ദേഹം മാർക്സിസത്തെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്സിസത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഇരകളും ഗുണഭോക്താക്കളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഇന്ത്യയിലെ അടിസ്ഥാന വൈരുദ്ധ്യമെന്ന് അദ്ദേഹം കരുതുന്ന ഒരു ശാസ്ത്രീയത ഉള്ള ഒരു വാദമെന്ന് അദ്ദേഹം കരുതുന്ന ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അംബേദ്കറൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം ഇരകളും അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുടെ ഇരകളും ഗുണഭോക്താക്കളും എന്നുള്ള നിലയിൽ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാർക്സിസം ഇങ്ങനെയല്ല എന്തായാലും കാര്യങ്ങളെ കാണുന്നത്. അത് അദ്ദേഹവും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ പൊതുവെ മാർക്സിസ്റ്റുകളും അംബേദ്കറൈറ്റുകളും ചേർന്നിട്ടുള്ളൊരു സമന്വയം സാധ്യമല്ല, രണ്ടും രണ്ട് പാതയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനൊരു സംശയം വേണ്ട, രണ്ടും രണ്ട് പാത തന്നെയാണ്. കാരണം മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രീയമാണെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. മാർക്സിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത് ഉൽപ്പാദനത്തിൽ നിന്നാണ്. മാർക്സ് മനസ്സിലാക്കുന്നത് മനുഷ്യൻ അനാദികാലം തൊട്ട്, മനുഷ്യൻ ആവിർഭവിക്കുന്ന കാലം തൊട്ട് മാർക്സിനോടൊരു ചോദ്യം പിന്നീട് അവസാന കാലത്തൊരാൾ ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പോരാട്ടമെന്ന് പറയുന്നുണ്ട്, സ്ട്രഗിൾ. മനുഷ്യന് നിലനിൽക്കുന്നത് പോരാട്ടത്തിലൂടെ മാത്രമേ സാധിക്കൂ. കാരണം മനുഷ്യൻ ആവശ്യമുള്ള കാര്യങ്ങൾ പ്രകൃതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ലാതെ മനുഷ്യന് നിലനിൽക്കാൻ സാധ്യമല്ല. അതൊരു സ്ട്രഗിളാണ്. അപ്പോൾ ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിളാണ്. അപ്പോൾ ഈ ഉൽപ്പാദനം, മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഒപ്പം മനുഷ്യവംശത്തെ തന്നെ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുക, പുനരുൽപ്പാദിപ്പിക്കുക, പ്രത്യുൽപാദന പ്രവർത്തനങ്ങളാണ് മനുഷ്യവംശത്തിൻ്റെ അടിസ്ഥാനമായ പ്രവർത്തനം. ഇതിൽ നിന്നാണ് എല്ലാ ആശയങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഉൽപ്പാദനത്തിൻ്റെ നിലവാരമനുസരിച്ച് അതാത് കാലത്തെ ഉൽപ്പാദനത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ നിലവാരവും അനുസരിച്ചുള്ള ആശയങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. ഈ ആശയങ്ങളാണ് ക്രമേണ സമൂഹത്തിൽ ആശയശാസ്ത്രമായിട്ട് നമ്മളൊക്കെ പറയുന്ന പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്ന തലത്തിൽ അത് നമ്മളെപ്പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നമ്മളെ വീണ്ടും വീണ്ടും ഈ വ്യവസ്ഥയ്ക്കുള്ളിൽ അതാത് ഉൽപ്പാദന കാലഘട്ടത്തിൻ്റെ സവിശേഷ സാമൂഹ്യ സാഹചര്യം വ്യവസ്ഥ ഞാൻ പറയുന്നത് അങ്ങനെയാണ്, അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുന്നു. അപ്പം മാർക്സിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഏതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമായാലും സാമൂഹ്യ പ്രതിഭാസമായാലും അതിൻ്റെ ഭൗതിക അടിത്തറ എന്താണെന്നുള്ളതാണ് മാർക്സ് അന്വേഷിക്കുക. അത് പ്രൊഡക്ഷനിലായിരിക്കും തീർച്ചയായിട്ടും ചെന്ന് നിൽക്കുക. ഈ ഒരു സമീപന രീതി മാർക്സ് അവലംബിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്സ് സമൂഹത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളുടെയും ഭൗതിക അടിത്തറയിലേക്കുള്ള അന്വേഷണം നിലനിർത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ അംബേദ്കർ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. മാർക്സിസവും അംബേദ്കറൈറ്റ് നിലപാടുകളും തമ്മിലുള്ളൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അംബേദ്കർ ഒന്നിനെയും പ്രൊഡക്ഷനിലേക്ക് എത്തിക്കുന്നില്ല. സജി K ചെയർമാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, ബ്രാഹ്മണിസവും ബുദ്ധിസവും തമ്മിലുള്ളൊരു കോൺഫ്രണ്ടേഷനാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചാലകശക്തി എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലമാണ്. ബ്രാഹ്മണിസം ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. മറ്റ് പലതരത്തിലും സമൂഹത്തിൽ അത് വർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്രമാണ്. ബുദ്ധിസം അടക്കമുള്ള ഇതെല്ലാം ഒരു ആശയശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു ആശയശാസ്ത്ര സംഘർഷമാണോ ഒരു ഭൗതിക ജീവിതത്തെ ചലിപ്പിക്കുന്നതെന്നുള്ളൊരു സവിശേഷമായ ചോദ്യമുണ്ട്. അതല്ല, അത് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്സ് പറയുന്ന പോലെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ആശയങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇന്ത്യയിലെ സവിശേഷതയായ ഈ ജാതി എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്. വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കോർ ക്വസ്റ്റ്യനിലേക്ക്, കേന്ദ്ര പ്രശ്നത്തിലേക്ക് തന്നെ പോകാമെന്ന് ആഗ്രഹിക്കുന്നു.
ജാതിയുടെ ആവിർഭാവത്തെ പറ്റിയുള്ള ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. ഇഷ്ടംപോലെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അംബേദ്കറിൻ്റെ ആദ്യകാലത്തെ ഈ പറയുന്ന ലേഖനത്തിന് ശേഷം 1916 ശേഷം, അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കുക, SV കേത്കർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ PhD തീസിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം. അത് 1909 അംബേദ്കർ എഴുതുന്ന 1916 നമ്മൾ ശ്രദ്ധിക്കുക. അംബേദ്കറിൻ്റെ ഈ കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിൽ, ആ ലേഖനത്തിൽ തന്നെ SV കേത്കറെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അംബേദ്കറിൻ്റെ നിലപാടുകളോട് താരതമ്യേന അടുത്ത് നിൽക്കുന്നത് കേത്കർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അന്ന് തൊട്ടേ 1909 തൊട്ടേ അന്വേഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ജാതി പ്രശ്നത്തിൽ. അപ്പോഴും അംബേദ്കർ ഒരിക്കലും ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഈ പ്രശ്നത്തെ വളർത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. ഇതാണ് ആദ്യത്തെ കേന്ദ്രമായിട്ടുള്ളൊരു പ്രശ്നം, കേന്ദ്ര പ്രശ്നം. മാർക്സിൻ്റെ മെത്തഡോളജിയും അംബേദ്കറിൻ്റെ മെത്തഡോളജിയും രണ്ടാണ്. അതേസമയത്ത് നമുക്കറിയാം, ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി എന്ന് പറയുന്നത് ഒരു സമൂർത്ത യാഥാർത്ഥ്യമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ചർച്ച ഇപ്പോഴും നടത്തുന്നത്. ഈ ജാതിയുടെ പ്രത്യേകത നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, അതെങ്ങനെയാണ് വർഗവുമായിട്ട് ബന്ധപ്പെടുക, ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ സാഹചര്യത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദപരമായി ചിന്തിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. നമുക്കറിയാം, ജാതിയും വർഗവും ഒക്കെ തന്നെയും ഇന്ത്യയുടെ ഉൽപ്പാദന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള തൊഴിൽ വിഭജനത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. അത് അംബേദ്കറും അംബേദ്കറൈറ്റുകളും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് തൊഴിൽ വിഭജനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് തൊഴിൽ വിഭജനമായിരിക്കെ ഇതിനൊരു പൊതുവായിട്ടുള്ള ഒരു അന്തർധാരയുണ്ട്. അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, തൊഴിൽ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കാലാകാലങ്ങളിൽ, ആദ്യകാലത്തെ ഇടയ സമൂഹത്തിൽ നിന്ന് കൃഷിയിലേക്ക് മനുഷ്യർ വികസിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ ഉൽപ്പാദനത്തിൽ നിരന്തരം ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ തരം വിഭാഗങ്ങളെയും ജാതികളെയും ഒക്കെ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ട് വരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആധുനിക സമൂഹത്തിൽ കുലത്തൊഴിൽ എത്ര ആളുകളാണ് ചെയ്യുന്നത്? പല ആളുകളും ചെയ്യുന്നില്ല. മറ്റ് കുലത്തിൻ്റെ തൊഴിലുകൾ ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ കുലത്തൊഴിലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ജാതി നിർവചനം മാറിമറിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിരന്തരം ജാതിക്കുള്ളിൽ തന്നെ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ പോലും ഇത് അടിസ്ഥാനപരമായിട്ട് ഈ തൊഴിൽ വിഭജനത്തിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. വർഗവും അവിടെയാണ് ബന്ധപ്പെടുന്നത്, ജാതിയും അവിടെ തന്നെയാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂർത്ത യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നേരത്തെ മുരളിയൊക്കെ സംസാരിക്കുന്ന പോലെ വർഗവും ജാതിയും തമ്മിലുള്ള നിരന്തരമുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മറ്റ് പല സന്ദർഭങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പോലെ വർഗ സംഘടനകളിൽ ജാതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജാതി സംഘടനകൾ വർഗം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വർഗവും ജാതിയും നമ്മുടെ സമൂഹത്തിലൊരു സമൂർത്ത യാഥാർത്ഥ്യമാണ്. ഇത് രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീണ്ടകാലം നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നത് ജാതി എന്ന് പറയുന്ന വർഗത്തിൻ്റെ ഒരു രൂപമാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്. വർഗത്തിൻ്റെ രൂപമാണ്. വർഗസമരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സാമൂഹ്യ മാറ്റത്തിൽ ജാതി അടക്കമുള്ള രൂപങ്ങൾ, അല്ലെ ഉപരിഘടനയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം വർഗവും ജാതിയും ഒന്ന് തന്നെയാണോ, അത് രണ്ടും രണ്ടാണോ? ഈ പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വർഗവും ജാതിയും ഫലത്തിൽ വർഗത്തിനെ കേന്ദ്ര അടിസ്ഥാനമാക്കുന്നതുകൊണ്ട് തന്നെ ജാതി ഒരു രൂപം മാത്രമായി മാറുന്നു. അതുകൊണ്ട് വർഗവും ജാതിയും വലിയ വ്യത്യാസമില്ല, ഏതാണ്ട് ഒന്ന് തന്നെയാണെന്നാണ് കാണുന്നത്. പക്ഷേ അതൊന്നല്ല. അതിവിടെ തന്നെ നേരത്തെ സംസാരിക്കുന്നുണ്ട്. വർഗത്തിനുള്ളിലുള്ള തൊഴിലാളിയെ പോലും വിഭജിക്കുന്നതാണ് ജാതി എന്ന് പറയുന്നത്. തൊഴിലാളികളെ കൂടി വിഭജിക്കുന്നതാണ് ജാതി എന്ന് അംബേദ്കർ പറയുന്നത് വളരെ ശരിയായൊരു കാര്യമാണ്, കറക്റ്റായിട്ടുള്ളൊരു നിരീക്ഷണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജാതിയെ വിഭജിക്കാൻ ശേഷിയുള്ള, വർഗത്തെ വിഭജിക്കാൻ ശേഷിയുള്ള എന്തോ ഒന്ന് ഈ ജാതിയിലുണ്ട്. അതതിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ വർഗവും ജാതിയും അത് നിലനിൽക്കുന്നതും പെരുകുന്നതും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതും എല്ലാം രണ്ടും വ്യത്യസ്ത രൂപത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങളെ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നില്ല. പക്ഷേ അംബേദ്കർ ഈ വ്യത്യാസത്തെ കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വർഗം പോലെയല്ല ജാതി പ്രവർത്തിക്കുന്നത്, ജാതിക്കൊരു വ്യത്യാസമുണ്ട്. അത് ബ്രാഹ്മണ്യവും, അത് മറ്റൊരു വിഷയമാണ്. ബ്രാഹ്മണ്യവുമായിട്ട് ഇതൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പം വർഗത്തിൽ നിന്നും വ്യത്യസ്തമായ പല കാര്യങ്ങളും ജാതിക്കുണ്ട്. വർഗവും ജാതിയും വ്യത്യസ്തമാണ് എന്ന് അംബേദ്കർ കാണുന്നു. വർഗവും ജാതിയും ഒന്ന് തന്നെയാണ് എന്ന് മാർക്സിസ്റ്റുകൾ കാണുന്നു. ഇതാണ് ഇവിടെ വരുന്നൊരു അടിസ്ഥാന പ്രശ്നം. നേരത്തെ കരുണനൊക്കെ സൂചിപ്പിച്ച പോലെ ഇവിടെയാണ് ഈ ഫിലോസഫിയുടെ ഒരു പ്രാധാന്യം, ദർശനത്തിൻ്റെ പ്രാധാന്യം, തത്വചിന്തയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് വരുന്നു. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഏതൊരു സമൂഹത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു മാർക്സിസ്റ്റുകാരൻ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ആരംഭിക്കുന്നത് എല്ലാ ജ്ഞാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് സമൂർത്തമായിട്ടുള്ളൊരു സാഹചര്യമാണ്.
അപ്പോൾ സവിശേഷമായി കാണുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ആരംഭിക്കുന്നത്. ഇങ്ങനെ ഈ സവിശേഷതയിൽ നിന്നാണ് നമ്മൾ സാർവത്രികമായൊരു ധാരണയിലേക്ക് എത്തുകയും അവിടുന്ന് തിരികെ വീണ്ടും നമ്മൾ ഈ സവിശേഷമായ ഒന്നിലേക്ക് തിരികെ വരികയും ചെയ്യുക. അപ്പോൾ ഈ സാർവത്രികമായ ധാരണകളും സവിശേഷമായ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യൂണിവേഴ്സൽ ആൻഡ് പർട്ടിക്കുലർ. നമ്മളെപ്പോഴും നമ്മുടെ സമൂർത്തമായ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കാണുന്നത്, സവിശേഷമായ കാര്യങ്ങളിലൂടെയാണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ കാണുക. പക്ഷേ ഇതിനകത്തെല്ലാം ഇതിൻ്റെ സാർവത്രിക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ വർഗമെന്ന് പറയുന്ന മാർക്സിസ്റ്റ് നിലപാടിൽ വർഗമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിനൊരു സാർവത്രികത കൂടിയുണ്ട്. അത് സവിശേഷമായിട്ടൊരു സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് സവിശേഷമായ പല ഘടകങ്ങളും ആ പ്രത്യേക സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന സങ്കല്പത്തിനും ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന സങ്കല്പത്തിനും മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്സ്ട്രാക്ഷൻ എന്നുള്ള ഒരു ഡയമെൻഷൻ കൂടി അതിനുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഒരു സാർവത്രികമായൊരു മാനം കൂടിയുണ്ട്. ഇപ്പോൾ വേറൊരു ലളിതമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാരും പഴം കഴിക്കുന്നില്ല. പഴം എന്ന് പറയുന്നൊരു സാർവത്രിക കാര്യം നമുക്കറിയാം, പഴം എന്ന് പറഞ്ഞാൽ എന്താണ്. പക്ഷേ നമ്മളാരും പഴമല്ല കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് ആപ്പിളാണ്, വാഴപ്പഴമാണ്, പേരക്കയാണ്, അല്ലെങ്കിൽ മുന്തിരിങ്ങയാണ്, ഓറഞ്ചാണ്. ഇത് സമൂർത്തമായിട്ടുള്ള സവിശേഷമായ ഒന്നാണ്. ഈ സവിശേഷമായതിൽ സാർവത്രികത അന്തർലീനമാണെന്നുള്ളതാണ്. ഈ എല്ലാ ഫലങ്ങളെയും നമ്മൾ പ്രത്യേകം എടുത്താൽ ഇതിനകത്തെല്ലാം പഴമെന്ന് നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു സാർവത്രികത, എല്ലാ പഴങ്ങളിലും അന്തർലീനമായൊരു സാർവത്രികത ഇതിനകത്തെല്ലാം ഉണ്ട്. പക്ഷേ അത് സവിശേഷമാണ്, അതുകൊണ്ട് അതിന് സവിശേഷമായൊരു സത്തയുമുണ്ട്. ഓറഞ്ചല്ല ആപ്പിള്, ആപ്പിളല്ല മാങ്ങ. അപ്പോൾ ഇതിനെല്ലാം സവിശേഷ സത്തയുമുണ്ട്, അതേസമയം ഇതെല്ലാം പഴവുമാണ്. അപ്പോൾ ഈ സാർവത്രികതയും പ്രത്യേകതയും അല്ലെ യൂണിവേഴ്സലും പർട്ടിക്കുലറും തമ്മിലുള്ളൊരു വൈരുദ്ധ്യാത്മക ബന്ധത്തെ മാർക്സിസ്റ്റുകൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സാർവത്രികമായിട്ട് നമ്മൾ വർഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ സമൂർത്ത സാഹചര്യത്തിൽ ഒരു വർഗം എങ്ങനെയാണ് സാമൂഹ്യമായി രൂപീകരിക്കപ്പെടുക എന്നുള്ളൊരു പ്രശ്നം വളരെ നിർണായകമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ വർഗത്തെ സംബന്ധിച്ച് നേരത്തെ കർണൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വേടമേർക്ക് എഴുതിയ കത്ത് ചരിത്രത്തിൻ്റെ സവിശേഷ ഘട്ടത്തിൽ വർഗങ്ങൾ ആവിർഭവിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ വർഗങ്ങൾ ആവിർഭവിക്കുന്നതിന് സവിശേഷമായ സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഉൽപ്പാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധങ്ങളിലൂടെ പല രൂപത്തിലുള്ള വർഗ രൂപീകരണങ്ങളും നടക്കുന്നുണ്ട്. അത് ഈ തൊഴിൽ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ നിലയ്ക്കാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗവും ജാതിയും രണ്ട് സമൂർത്ത യാഥാർത്ഥ്യങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സമൂർത്തമായ സവിശേഷമായ ഒന്നാണെന്നും അതിന് ഒരു പ്രത്യേക സത്തയും അതിന് പ്രത്യേക രൂപവും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഈ പഴത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. അതായത് ഏതൊരു സമൂർത്ത കാര്യത്തിനും അതൊരു സവിശേഷ രൂപം ആർജിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സവിശേഷ സത്തയുണ്ട്. ഈ സവിശേഷ സത്തയെന്ന് പറയുന്നത് അത് മറ്റൊന്നിൽ നിന്ന് തന്നെ വേർതിരിക്കുന്നതാണ്. പക്ഷേ അതിനൊരു സാർവത്രികമായ ഒരു മാനവും അതിനുണ്ട്. അപ്പോൾ വർഗവും ജാതിയും തമ്മിലുള്ള ബന്ധത്തിൽ അതിൻ്റെ വൈരുദ്ധ്യങ്ങളെയും നമ്മൾ കാണേണ്ടതുണ്ട്, അതിൻ്റെ സമാനതകളെ, അതിൻ്റെ ഐഡൻറ്റിറ്റിയും കൂടെ കാണേണ്ടത്. ഇത് രണ്ടും കൂടെ കാണുമ്പോൾ മാത്രമേ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്കവിടെ വികസിപ്പിക്കാൻ കഴിയൂ. മാവോ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പറയുന്ന പ്രത്യേകതയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. പ്രത്യേകതയിൽ നിന്ന് സാർവത്രികതയിലേക്ക് പോവുകയും തിരികെ അവിടുന്ന് അതിൻ്റെ അബ്സ്ട്രാക്ഷൻസ് നടത്തിക്കൊണ്ട് കേവലമായിട്ട് അതിൻ്റെ സാർവത്രിക മാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തിരികെ വീണ്ടും നമ്മൾ സവിശേഷ പ്രയോഗത്തിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയാണ് എല്ലാ മാർക്സിസ്റ്റുകാരുടെയും പ്രവർത്തന രീതി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല തുടക്കം മുതൽ. നേരത്തെ കരുണൻ സൂചിപ്പിച്ച പോലെ യാന്ത്രിക ഭൗതികവാദവും പോസിറ്റിവിസവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായിരുന്നത് കൊണ്ട് തന്നെ വൈരുദ്ധ്യാത്മകമായി ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നില്ല. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സജി കെ ചെയർമാൻ പറയുന്ന പോലെ ഇത് ഉപരിഘടനയുടെ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന പ്രത്യയശാസ്ത്ര മണ്ഡലത്തിലെ വൈരുദ്ധ്യങ്ങളാണ് ഇന്ത്യയെ ചലിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രത്യയശാസ്ത്ര മണ്ഡലം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം വളരെ നിർണായകമാണ്. അത് ഉൽപ്പാദനത്തിലേക്ക് നിങ്ങൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വർഗവും ജാതിയും ഒരുമിച്ച് ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. ഈ അനാദികാലം തൊട്ട് വർഗത്തിൻ്റെ ആവിർഭാവവും ജാതിയുടെ ആവിർഭാവവും നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ജാതി ആവിർഭവിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഈ വർഗവും വികസിച്ച് വരുമ്പോൾ ഇത് തമ്മിൽ ബന്ധപ്പെട്ട് തന്നെയാണ് സത്യത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരുന്നത്. അപ്പം നമ്മുടെ സമൂർത്ത സാഹചര്യത്തിൽ വർഗജാതി ബന്ധമെന്ന് പറയുന്ന ഒരു വിശകലനം വളരെ അനിവാര്യമാണെന്നുള്ളതാണ്. അതല്ലാതെ അത് കേവലം വർഗമെന്ന് പറയുന്നതോ അല്ല കേവലം ജാതീയമായിട്ട് മാത്രമോ നമുക്കതിനെ വിശകലനം ചെയ്യാൻ കഴിയില്ല. വർഗജാതി ബന്ധം വളരെ നിർണായകമായിട്ടൊരു പ്രശ്നമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ വരും. അപ്പോൾ അതേ സമയത്ത് നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ ഇതെങ്ങനെയാണ് വർഗസമരത്തിൻ്റെ ഒരു പ്രശ്നമായി മാറുക? ഇവിടെയും വീണ്ടും വർഗസമരം ഒരു സാർവത്രികതയാണ്.
വർഗസമരം എന്ന് പറയുന്നത് തന്നെ മാർക്സ് വളരെ വിശദമായി പറഞ്ഞ പോലെ വർഗങ്ങളായി ആവിർഭവിച്ചതിന് ശേഷം വേർപിരിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ സമരങ്ങളും വർഗസമരമാണ്. വർഗസമരമല്ലാതെ വർഗങ്ങളുടെ മുദ്ര പതിയാത്ത, വർഗസമരത്തിൻ്റെ മുദ്ര പതിയാത്ത ഒരു സമരങ്ങളും ഒരു പോരാട്ടവും ഈ വർഗ സമൂഹത്തിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാ സമരങ്ങളും വർഗസമരമാണ്. ആ നിലയ്ക്ക് ഈ വർഗവും ജാതിയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യങ്ങളെ സത്യത്തിൽ വർഗസമരത്തിൻ്റെ മണ്ഡലത്തിൽ ആ നിലയ്ക്ക് തന്നെ മാർക്സിസത്തിന് കാണാനും കഴിയും, പരിഹരിക്കാനും കഴിയും. പ്രശ്നം ഇതൊരു സമൂർത്ത പ്രശ്നമായിട്ട് കാണുകയും അതിൻ്റെ വ്യത്യസ്തതയെ നമ്മൾ കാണുകയും ഇത് വർഗത്തിൻ്റെ ഒരു രൂപമല്ലെന്ന് മനസ്സിലാക്കുകയും ഇത് സവിശേഷ സത്തയും രൂപവുമുള്ള സവിശേഷ പ്രത്യയശാസ്ത്രവും അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. അതിൻ്റെ ജാതിയുടെ സവിശേഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണിസമല്ല, മറ്റൊന്നുമല്ല. നമ്മൾ ഒരു വശത്ത് ഇന്ത്യൻ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഹിന്ദു മതത്തെപ്പറ്റി പറയുമ്പോൾ അത് ബ്രാഹ്മണിസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ബ്രാഹ്മണിസത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ജാതിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം ജാതിയും ബ്രാഹ്മണിസവും ഹിന്ദുയിസവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂർത്ത സാഹചര്യത്തിലാണ് നമ്മൾ വർഗസമരം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ നിലയിൽ നമ്മൾ വർഗസമരത്തെ സമീപിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ ജാതിയുടെ പ്രശ്നത്തെ ആദ്യം തൊട്ട് തന്നെ നമുക്ക് സമൂർത്തമായി മനസ്സിലാക്കാനും അതിനനുസൃതമായ പോരാട്ട പദ്ധതികൾ ആവിഷ്കരിക്കാനും നമുക്ക് കഴിയും. കാരണം മാവോ പറയുന്ന പ്രകാരം ഏതൊരു സവിശേഷ വൈരുദ്ധ്യത്തെയും, ഒരു പ്രത്യേക വൈരുദ്ധ്യവും പ്രത്യേക പരിഹാരവും അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക വൈരുദ്ധ്യമായിട്ട് നമ്മൾ ജാതിയെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് പ്രത്യേക പരിഹാരവും അത് നിർദ്ദേശിക്കും. സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സത്യത്തിൽ ജാതിയെ നിർമൂലനം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ തലങ്ങളിലുമുള്ള, അത് പാർട്ടിയുടെ തലത്തിലായാലും ശരി, അത് സാമൂഹ്യ തലത്തിലായാലും ശരി, എല്ലാ മണ്ഡലങ്ങളിലും ജാതി നിർമൂലനത്തിന് ആവശ്യമായ പദ്ധതികളും സംഘാടനങ്ങളും ഒക്കെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവിഷ്കരിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു രീതിയിലല്ല ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസിച്ചു. അതുകൊണ്ട് നമുക്കറിയാം, ജാതിയെ ആദ്യം കേരളത്തിൽ തിരിച്ചറിയാൻ ശ്രമിച്ച CRCയുടെ കാലത്ത് തന്നെ കരുണൻ അത് വിശദീകരിച്ചതാണ്. അന്ന് നടന്ന ചർച്ച വർഗീയതരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇതിനെ വേർപെടുത്തി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്സിസത്തിൻ്റെ രീതി അങ്ങനെയല്ല. മാർക്സിസം എന്ന് പറയുന്നത് എപ്പോഴും ചലനാത്മകമായിട്ട് സമൂഹത്തെ കാണുന്നു. ചലനാത്മകമായിട്ട് പ്രതിഭാസങ്ങളും വസ്തുക്കളും ഒക്കെ നിലനിൽക്കുമ്പോൾ ആ ചലനാത്മകത സൃഷ്ടിക്കുന്ന അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളായിട്ടാണ്. അപ്പോൾ ഒരു സമൂഹത്തിനെ ചലിപ്പിക്കുന്നതിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ ഒരു ആന്തരിക വൈരുദ്ധ്യം എന്ന് പറയുന്ന വർഗത്തിനുള്ളിലെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ നമ്മൾ രണ്ട് തലത്തിലും ഒരേ സമയം കാണുന്നുണ്ട്. വർഗമായിട്ടും കാണുന്നുണ്ട്, അത് ജാതിയായിട്ടും കാണുന്നുണ്ട്. അതേസമയത്ത് ഈ ആന്തരിക വൈരുദ്ധ്യത്തെ നമ്മൾ ഈ വസ്തുവിനോ പ്രതിഭാസത്തിനോ പുറത്തെടുത്താനുള്ള അവസ്ഥ എന്തായിരിക്കും? വേണുവൊക്കെ കണ്ടത് അങ്ങനെയാണ്. ആന്തരികമായ ഒരു ചലനാത്മകമായൊരു വസ്തുവിൻ്റെ വൈരുദ്ധ്യം അതിനകത്താണ് നിലനിൽക്കുന്നത്. ഈ അകത്തുള്ള വൈരുദ്ധ്യത്തെ വേർപെടുത്തി അതിന് പുറത്ത് കാണുകയും പുറത്ത് പരിഹാരം കാണുകയും ചെയ്യുമ്പോഴാണ് വർഗം വർഗേതരമെന്നും ഭൗതികേതരമെന്നുള്ള കാറ്റഗറീസ് സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ദ്വന്ദ്വാദത്തിൻ്റെ തലത്തിലേക്ക് അധപ്പതിക്കുന്നതും അതിന് പരിഹാരമില്ലാതാവുന്നു. യഥാർത്ഥത്തിൽ ഒന്നും അതിൻ്റെ വിപരീതവും അന്തർലീനമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഒന്ന് നിലനിൽക്കുന്നതെന്നുള്ളതും അതുകൊണ്ട് തന്നെ വർഗവും ജാതിയും ഒരേ സമയത്ത് വൈരുദ്ധ്യം തുമാണ്, അത് ബന്ധപ്പെട്ടിരിക്കുന്നതുമാണെന്ന് കാണുകയും അതേ സമയത്ത് ഈ സമൂഹത്തിലെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ് ജാതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇതിന് അടിസ്ഥാനപരമായ കാരണം ദാർശനികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് കരുണൻ നേരത്തെ സൂചിപ്പിച്ച അതേ പ്രശ്നം തന്നെയാണ്. അത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, നമ്മളുടെ സമൂഹം എങ്ങനെയൊക്കെ മാറിമറിയുന്നു എന്നുള്ളത് നിരന്തരം കാണാനും അതിനെ ചലനാത്മകമായി മനസ്സിലാക്കാനും മാറിക്കൊണ്ടിരിക്കുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വയം മാറാനും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാതാവുന്നതിൻ്റെ പ്രശ്നവും ഈ ഡയലക്റ്റിക്കലായുള്ള ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഉൽപ്പാദന വ്യവസ്ഥയെപ്പറ്റിയുള്ള സങ്കീർണമായ നിലപാടുകൾ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിലുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ സെമി കൊളോണിയലാണോ, അതോ ഇത് പുത്ത കൊളോണിയലാണോ, ഇത് മുതലാളിത്തപരമാണോ? ഈ വൈരുദ്ധ്യങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നു? കാരണം ഒരേ ഡേറ്റകൾ, ഒരേ തരം വിശകലനങ്ങൾ, ഒരേ തരം വസ്തുതകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിശകലനം നടത്തുക? ഇതിനെ ഈ വസ്തുതകളെ നമ്മൾ വിശകലനം ചെയ്ത് എങ്ങനെയാണ് നമ്മളൊരു സങ്കലനത്തിലെത്തുക, നമ്മളൊരു സിന്തസൈസിങ്ങിലെത്തുക? അതെത്തണമെങ്കിൽ അതിന് ഫിലോസഫി അനിവാര്യമാണ്. ആ ദർശനം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ സംഭവിക്കുന്നത് യാന്ത്രിക ഭൗതികവാദത്തിൻ്റെയും ഈ പറയുന്ന പോസിറ്റിവിസത്തിൻ്റെയും സ്വാധീനം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജാതി പോലെയുള്ള ഒരു പ്രശ്നത്തിൽ ഇന്നും നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്
മാർക്സിനെയും അംബേദ്കറിനെയും ഒരേ വേദിയിൽ രണ്ട് കസേരയിൽ ഇരുത്തിക്കൊണ്ട് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നമല്ല ജാതി പ്രശ്നം. അങ്ങനെ അവർ രണ്ട് പാതയിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് പേർ എന്നുള്ളതും ശരിയല്ലെന്നുള്ളതാണ്. ഇന്ത്യയിൽ ജനാധിപത്യവൽക്കരണത്തിൻ്റെ പ്രശ്നത്തിൽ ജാതി ഒരു വലിയ പ്രതിബന്ധമാണ് എന്നുള്ളൊരു കാര്യം ആദ്യം തിരിച്ചറിയുന്നത് അംബേദ്കറാണ്. ആ പ്രശ്നം ഉന്നയിക്കുന്നത് അദ്ദേഹമാണ്. ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റനായിട്ട് അദ്ദേഹം അത് ഉന്നയിക്കുന്നുള്ള വളരെ ശരിയായൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് നിലപാടിനെ, മാർക്സിസ്റ്റ് നിലപാടിനെ കഴിയൂ എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ച് മാർക്സിസത്തിനെ കഴിയൂ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായൊരു പുസ്തകം അംബേദ്കറെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു പുസ്തകമാണ്. അത് നമുക്കറിയാം, അതിൻ്റെ ചരിത്രം നമുക്കറിയാം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഒരു പ്രസംഗമായിട്ട് നടത്താൻ തയ്യാറാക്കിയൊരു ഒരു കാര്യമായിരുന്നു. അത് പ്രസംഗം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അത് പുസ്തക രൂപത്തിൽ അദ്ദേഹം അച്ചടിക്കുകയാണ്. ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആണെങ്കിലും അംബേദ്കർ അതിനകത്തൂടെ പറഞ്ഞു വെക്കുന്നത് കാസ്റ്റ് അനിഹിലേഷൻ നമുക്ക് എന്തായാലും സാധ്യമല്ല എന്നുള്ള കാര്യമാണ്. അതൊന്ന് വായിച്ചു നോക്കുക, കമ്പോട് ഒന്ന് വായിച്ചു നോക്കുക. കാസ്റ്റ് അനിഹിലേഷൻ സാധ്യമല്ല, ജാതി നിർമൂലനം സാധ്യമല്ലെന്നാണ് അംബേദ്കർ പറയുന്നത്. എന്തുകൊണ്ട് സാധ്യമല്ല? ജാതി നിലനിൽക്കുന്നത് ശ്രുതികളും സ്മൃതികളും അടങ്ങുന്ന ധർമ്മസംഹിതകൾക്ക് ഉള്ളിലാണെന്നും ഇതിനെ ബോംബാടി ചെയ്യാതെ ഡൈനമിറ്റ് വെക്കാതെ ഈ കാര്യങ്ങൾ മാറാൻ കഴിയില്ലെന്നും ജാതി ഇല്ലാതാക്കാൻ കഴിയില്ല. അതെന്തായാലും സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ജാതി നിർമൂലനം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി മതം മാറുക എന്നുള്ളതാണ്. അംബേദ്കർ ഈ പ്രസംഗം പറയാൻ ശ്രമിച്ച അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അദ്ദേഹം ഈ ജാതിയുടെ വിശകലനം നടത്തുകയും അവസാനം ഇത് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഇത് ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുകയും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മതം മാറുകയല്ലാതെ വേറെ മാർഗമില്ലെന്നും അതുകൊണ്ട് ഇതെൻ്റെ ഹിന്ദു എന്നുള്ള തലത്തിലുള്ള എൻ്റെ അവസാന പ്രസംഗമാണെന്നുമാണ് ഈ സംഘാടകരോട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പരിപാടിക്ക് നമ്മൾ കൂട്ടുവെക്കാൻ പറ്റില്ല. നമ്മൾ ഹിന്ദു മതത്തിലെ നവീകരണത്തിനും ഇത്തരം ജാതി ചിന്തകൾക്കും എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടന മാത്രമാണ്. അത് ഹിന്ദു മതത്തിന് പുറത്തു പോകുന്നൊരു പ്രശ്നത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രസംഗം നടത്താൻ അനുവദിക്കാതിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അംബേദ്കർ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത് ജാതി നശീകരണം സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം മതം മാറൽ മാത്രം ഒരു പരിഹാരമാകുന്നതുകൊണ്ട് തന്നെ ഇത് 36 എഴുതിയ കാര്യം അംബേദ്കർ 56 പിന്നെ ഈ മതം മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാലം ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയാതെ പോയത്? ഇത് ധാരാളം പരിശോധന ആവശ്യമുള്ളൊരു പ്രശ്നമാണ്. അംബേദ്കറെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ പൂർണ്ണമായിട്ടൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യം. നോക്കൂ, 1942 MN റോയിയുടെ ഒരു വർക്കിംഗ് ക്ലാസ് കോൺക്ലേവിൽ അദ്ദേഹം പോയി സംസാരിക്കുന്നത് എല്ലാ ബൂർഷ്വാ ഭരണകൂടങ്ങളെയും തകർക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തൊഴിലാളി വർഗത്തിനാണെന്ന് പ്രസംഗിക്കുന്നുണ്ട്. റഷ്യൻ വിപ്ലവത്തിനെ അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നത്. ആ ലേബർ പാർട്ടി ഉണ്ടാക്കിയ കാലത്താണ് നേരത്തെ സൂചിപ്പിച്ച ഈ ഘോട്ടി വിരുദ്ധ സമരം അദ്ദേഹം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നത്. ഇങ്ങനെ നിരന്തരം. അതേസമയത്ത് ഇതേ അംബേദ്കർ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നത്. അതേ അംബേദ്കർ തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കത്തിച്ചു കളയുമെന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, 2014 ഈ BJP അധികാരത്തിൽ വന്ന സമയത്ത് ഒരു വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ സന്ദർഭത്തിൽ അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ആ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഇന്ത്യൻ ഭരണഘടനയുടെ 50 പ്രിയാമ്പിളിൻ്റെ പരസ്യം ചെയ്തിട്ട് അതിനകത്ത് സെക്യുലർ സോഷ്യലിസം എന്നൊരു സാധനം ഇല്ലാത്ത ആദ്യത്തെ പ്രിയാമ്പിളാണ് അവർ പരസ്യം ചെയ്തത്. അപ്പോൾ ഇവിടെ വലിയ ഒച്ചപ്പാടും ബഹളമായി. ഇത് നമ്മുടെ ഭരണഘടനയല്ല, ഇത് ആദ്യത്തെ പ്രിയാമ്പിളാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ BJP അതൊരു ഡിസ്കോഴ്സ് ആക്കിയിട്ട് ഒരു വലിയ സംവാദമാക്കി അവർ കെട്ടടിച്ചു വിടാനുള്ളൊരു പദ്ധതിയായിരുന്നു അത്. ശരിയാണ്, ആദ്യത്തെ പ്രിയാമ്പിൾ സെക്യുലറിസം ഒന്നുമില്ല. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നൊരു കാര്യമാണ്. അപ്പം വീണ്ടും ചർച്ച ആദ്യത്തെ പ്രിയാമ്പിളിൻ്റെ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോഴെന്താണ് ചോദ്യം വരുന്നത്? അംബേദ്കർ സെക്യുലറിസത്തെ എന്തുകൊണ്ട് പിന്തുണച്ചില്ല? അംബേദ്കർ എന്തുകൊണ്ട് പ്രിയാമ്പിളിൽ സെക്യുലറിസം എഴുതിയില്ല? അംബേദ്കർ സെക്യുലറിസത്തിനെതിരായിരുന്നു. ഇതായിരുന്നു അവരുടെ വാദം. അന്ന് നടന്ന ഒത്തിരിയും ചർച്ചകളുണ്ട്. ഈ ചർച്ചയിൽ ഈ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയുണ്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റുകളിൽ അംബേദ്കറും മറ്റുമായിട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ വീണ്ടും ചർച്ചയിൽ വരികയുണ്ടായിട്ടുണ്ട്. അന്ന് ബീഹാറിൽ നിന്നുള്ള ഡോക്ടർ KT ഷാ, അംബേദ്കറോടൊപ്പം തന്നെ ലണ്ടൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ഈ ഭരണഘടനാ സമിതിയിലുണ്ടായിരുന്ന ഡോക്ടർ KT ഷാ സെക്യുലറിസം വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണെന്നും അത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആവശ്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ പല വർഗീയ സംഘർഷങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഈ പ്രശ്നം, സെക്യുലർ പ്രശ്നം പ്രിയാമ്പിളിൽ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നെഹ്റു അംബേദ്കറിനോട് ഇതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അംബേദ്കർ സെക്യുലറിസത്തെ പറ്റി ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്.
അംബേദ്കർ KT ഷാ സോഷ്യലിസത്തിൻ്റെ പ്രശ്നവും സെക്യുലറിസത്തിൻ്റെ പ്രശ്നവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അംബേദ്കർ സോഷ്യലിസത്തിൻ്റെ പ്രശ്നം മാത്രമാണ് അദ്ദേഹം അന്ന് അതിന് മറുപടിയായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല വകുപ്പുകളും നമ്മൾ നോക്കുക, ആർട്ടിക്കിൾ 32 അടക്കമുള്ള വകുപ്പുകൾ നോക്കുക, ഇത് സോഷ്യലിസം അല്ലാതെ പിന്നെ എന്താണ് പറയുന്നത്? ഒരു ജനത ഒരു കാലത്ത് ഒരു സവിശേഷമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ, അല്ലെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോഷ്യലിസം എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ ഭാവി ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ, അല്ലെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ ഇന്ത്യൻ ജനത തീരുമാനിച്ചാൽ നമ്മൾ എന്തിനൊരു പ്രതിബന്ധം ഇതിനകത്ത് ഉണ്ടാക്കി വെക്കണം എന്നുള്ള രീതിയിലാണ് അംബേദ്കർ എന്ന് മറുപടി പറയുന്നത്. അപ്പോഴും അദ്ദേഹം സെക്യുലറിസത്തെ പറ്റി മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യം, അംബേദ്കർ എന്തുകൊണ്ട് സെക്യുലറിസത്തെ പറ്റി പറയുന്നില്ല? ഇതിന് ഉത്തരം നമ്മൾ വീണ്ടും അനിഹിലേഷൻ ഓഫ് കാസ്റ്റിലേക്ക് തിരിച്ചു പോയിട്ട് നോക്കേണ്ടി വരും. കാരണം അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനകത്ത് അംബേദ്കർ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഒരു ശരിയായ ഒരു ദേശത്തിന്, ഒരു രാഷ്ട്രത്തിന് ഒരു ശരിയായ മതത്തിൻ്റെ അടിത്തറ, ഒരു മൂല്യവ്യവസ്ഥയുടെ അടിത്തറ അനിവാര്യമാണെന്ന് അദ്ദേഹം എഡ്മണ്ട് ബുർക്കിനെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. എഡ്മണ്ട് ബുർക്ക് 1750 ഉണ്ടായിരുന്ന ഒരാളാണ്. 1850 സെക്യുലറിസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഹോലിയാക്ക് വികസിപ്പിക്കുന്നത്. യൂറോപ്പിൽ ഹോലിയാക്കാണ് ഈ സെക്യുലറിസം എന്നുള്ള ആശയം തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഹോലിയാക്കിന് 100 വർഷം മുന്നേ ഉണ്ടായിരുന്ന എഡ്മണ്ട് ബുർക്കിനെയാണ് അംബേദ്കർ ഈ പുസ്തകത്തിനകത്ത് കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ശരിയായ രാഷ്ട്രത്തിന് ഒരു ശരിയായ മതത്തിൻ്റെ മൂല്യവ്യവസ്ഥയുടെ അടിസ്ഥാനം ആവശ്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ റിലീജിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആന്തരികമായിട്ട്. അത് ഈ 42 നാസിക്കിലെ ഒപ്രസ്ഡ് കാസ്റ്റിൻ്റെ ഒരു കോൺക്ലേവിലും അദ്ദേഹം ഇതേ കാര്യം പറയുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് ഈ മൂല്യബോധമില്ല, ഞാൻ ഈ മൂല്യബോധം ആർജിച്ച ആളാണെന്ന് തന്നെ അംബേദ്കർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അംബേദ്കറെ പറ്റി സവിശേഷമായ ഒരു വിമർശന പഠനം ആവശ്യമാണ്. അംബേദ്കർ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണായിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പരിമിതികളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ജാതിയെ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പ്രശ്നവൽക്കരിച്ചു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അംബേദ്കർ ഉന്നയിച്ച പ്രശ്നത്തിന് ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രാധാന്യമുണ്ട് താനും. അതേസമയത്ത് അംബേദ്കറിൻ്റെ പാതയിലൂടെ ഇന്ത്യയിൽ ജാതി നിർമൂലനം സാധ്യമല്ല. കാരണം വർഗവും ജാതിയും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നായിരിക്കെ വർഗരഹിതമായൊരു സമൂഹത്തിൽ മാത്രമേ ജാതി ഇല്ലാതാകാൻ കഴിയുള്ളൂ. ഇപ്പം നോക്കൂ, നമ്മൾ ഡിക്കി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ദളിത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ദളിത് മുതലാളിമാരുടെ ഒരു സംഘടനയാണ്, വ്യവസായികളുടെ സംഘടനയാണ്. ഇപ്പം ഫിക്കി ഉണ്ട് ഇവിടെ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ആൻഡ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഫിക്കിക്ക് സമാനമായിട്ട് ദളിത് ഉൽപ്പാദകരുടെ, സംരംഭകരുടെ, വ്യവസായികളുടെ ഒരു സംഘടനയാണ് ഡിക്കി. അവരെന്താണ് ചെയ്യുക? അവരുടെ കമ്പനിയിൽ ലാഭത്തിൽ ഓടണമെങ്കിൽ അവിടെ നിയോഗിക്കപ്പെടുന്ന ദളിതരൊക്കെയും വർഗപരമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. അവിടെ ചൂഷണം നടത്താതെ ഒരു മുതലാളിക്ക് മിച്ചമൂല്യം അടിച്ചു മാറ്റാതെ നിലനിൽക്കാൻ സാധ്യമല്ല. സ്വാഭാവികമായിട്ടും അവിടെ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വർഗജാതി ബന്ധമെന്ന് പറയുന്ന ഒരു നിരന്തര അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ ഒരു സവിശേഷ വൈരുദ്ധ്യമായി കണ്ടുകൊണ്ട് ഇതിന് എതിരെ സവിശേഷമായ പോരാട്ടത്തിൻ്റെ ഒരു മണ്ഡലം വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഇതായിരിക്കുമായിരുന്നില്ല. ഇന്ത്യയിൽ ഇത്രയും ദളിത് പാർട്ടികളോ ദളിത് സംഘടനകളോ ഉണ്ടാകുമായിരുന്നില്ല. ഇതിനെയെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ അണിനിരത്താനും ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി വികസിക്കാനും കഴിയുമായിരുന്നു. സംഘപരിവാറിന് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാലുകുത്താനും പറ്റില്ലായിരുന്നു. ഈ ഒരു ദുരന്തം ഉണ്ടായി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വൈരുദ്ധ്യാത്മക ഭൗതികവാദപരമായിട്ട് അല്ലെ ഡയലക്റ്റിക്കലി ഇതിനെ സമൂഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ യുക്തിവാദികളൊക്കെ കാണുന്ന പോലെ കാണുന്നതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാം നിശ്ചലമായ വസ്തുക്കളെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ചലനത്തെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിനകത്തുള്ള ചലനത്തെ നിങ്ങൾ കാണണം. ഇതെന്ന് പറയുന്നത് നിരന്തരം ഒന്നും അതിൻ്റെ വിപരീതവും തമ്മിലുള്ളൊരു സംഘർഷമാണ്. ആ നിലയ്ക്ക് വർഗജാതി ബന്ധത്തെ ഇന്ത്യൻ സമൂഹത്തിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ചകൾ ഇനിയും തുടരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു വരാനും കഴിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.